ആർക്കും വളരെ വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. അധികം മുടക്കുമുതൽ ആവശ്യമില്ല, വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. മാർക്കറ്റിൽ അതിന് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇല്ല എന്നല്ല പറഞ്ഞത്, പക്ഷേ മാർക്കറ്റ് സ്റ്റഡി ചെയ്തതിനു ശേഷം നല്ല ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ് അതിലും താഴെയുള്ള വിലയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കും മാർക്കറ്റ് പിടിക്കാൻ പറ്റും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അത്തരത്തിലുള്ള ഒരു ചെറിയ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. കാണുന്ന ആളുകൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടാൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകും. നമ്മളുടെ ഈ ചാനലിൽ നമ്മൾ ഇത്തരത്തിലുള്ള ചെറുകിട ബിസിനസ്സുകളെ കുറിച്ച് തന്നെയാണ് പറയാറുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്. കൂടാതെ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് പ്രോഡക്റ്റിലേക്ക് കടക്കാം. ബ്ലാക്ക് ഫിനൈൽ ആണ് ഇന്നത്തെ താരം. ബ്ലാക്ക് ഫിനൈൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. ഇത് ഓൾറെഡി കിട്ടുന്ന ഒരു സാധനമാണ്. പക്ഷെ നമുക്ക് ഫിനൈൽ ആയിട്ടാണ് ഇത് കിട്ടുന്നത്. ആ ഫിനൈൽ തന്നെ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് അതിനെ വൈറ്റ് ഫിനൈലാക്കി മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഫിനൈൽ ആണ് ഇവിടെ ഇന്ന് നിർമ്മിക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്, അതിന്റെ അനുപാതം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഒരു വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഇന്നിവിടെ പറയുന്നത്. പ്രൊപ്പോർഷനറ്റ്ലി നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാവുന്നതാണ്. ഈ പ്രോഡക്റ്റ് നമുക്ക് ഹോസ്പിറ്റലുകളിൽ നല്ലതുപോലെ പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഹോട്ടലുകളിൽ പോകും, ഈവൻ വീടുകളിലാണെങ്കിലും നമ്മളുടെ വീടുകളിലെല്ലാം വാങ്ങി വെക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ലോഡ്ജുകളിൽ, സ്ഥിരം ആളുകൾ വന്ന് കയറി ഇറങ്ങി പോകുന്ന ലോഡ്ജുകളിൽ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ വേണം. ഇത് ഉണ്ടാക്കുന്നതിന് മൂന്ന് ഐറ്റമാണ് നമുക്ക് വേണ്ടത്. ഒന്ന് സോഫ്റ്റ് സോപ്പാണ്, മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. 250 ഗ്രാം ആണ് അത് വേണ്ടത്. ക്രിയോസോട്ട് 750 മില്ലിയാണ് വേണ്ടത്. പിന്നെ വേണ്ടത് ചൂടുവെള്ളമാണ്, അത് വേണ്ടത് 250 മില്ലിയാണ്. മൂന്ന് ഐറ്റമേ ഉള്ളൂ. ഇവിടെ 1.5 ലിറ്ററിനുള്ള കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് നോക്കാം. സോഫ്റ്റ് സോപ്പ് ചൂടുവെള്ളത്തിലേക്ക് ചേർത്ത ശേഷം അതൊന്ന് അലിയിപ്പിക്കുക. അതിനുശേഷം ഈ ക്രിയോസോട്ടും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കാര്യം കഴിഞ്ഞു. ഇത്രയും കാര്യം മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. നിങ്ങൾക്ക് ബ്ലാക്ക് ഫിനൈൽ റെഡിയായി കിട്ടിക്കഴിയും. ഈ നമ്മൾ റെഡിയാക്കിയ ബ്ലാക്ക് ഫിനൈൽ നമുക്ക് 1 ലിറ്റർ, 2 ലിറ്റർ, 5 ലിറ്റർ ആ രീതിയിൽ നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് വൈറ്റ് ഫിനൈൽ ആക്കി കൊടുക്കണമെങ്കിൽ അതിനുള്ള പ്രക്രിയ വേറെയാണ്. അത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.